Welcome to all. In this section, we are going to discuss about motion on horizontal plane and motion on inclined plane. Okay. Before that, we just go through Newton's second law of motion. We know it states that the rate of change of momentum is directly proportional to the applied force. ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. അതായത് ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെൻറ്റം ചേഞ്ച് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. അതൊരു വസ്തുവിനുണ്ടാകുന്ന മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. Okay, first we consider a body of mass m which is moving in a direction with a velocity of u. Then I am calculating the momentum. We know momentum is equal to mass into velocity. Okay, then first momentum p1 is equal to m multiplied by velocity u. Then I am applying a force F in the same direction of motion. And what will happen? The mass remains unchanged and the velocity changed to v. Then momentum p2 will be equal to mass m multiplied by velocity v. Okay. As per Newton's second law of motion, the applied force is directly proportional to the rate of change of momentum. Okay. It means F is equal to K multiplied by P2 minus P1 by T, where K is the proportionality constant. The value of K is 1. Okay. എന്താണ് ക്ലാസ് നമ്മൾ നോക്കുക? ഫസ്റ്റ് എം മാസമുള്ളൊരു ബോഡി യു വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. എന്ത് സംഭവിക്കും? അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ആവും. ഏതൊരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് എന്ത് പറ്റും? അതിൻ്റെ വെലോസിറ്റി എന്തായാലും ചേഞ്ച് ആവും. അപ്പോൾ വെലോസിറ്റി വിയിലേക്ക് ചേഞ്ച് ആയി. രണ്ട് കേസിലും എൻ്റെ മൊമെൻ്റ് ആണ്. ആദ്യത്തെ കേസിലും എൻ്റെ മൊമെൻറ്റം P1 ഈസ് ഈക്വൽ ടു എം യു ആൻഡ് P2 ഈസ് ഈക്വൽ ടു എം വി. ന്യൂട്ടൺ ലോ അനുസരിച്ച്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ്. അത് മൊമെൻറ്റത്തിൽ വരുന്ന ചേഞ്ച്. അതാണ് P2 മൈനസ് P1 ബൈ ടി. അത് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ. എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചിട്ടുണ്ട് കെയുടെ വാല്യൂ 1 ആണ്. ദെൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് F is equal to mv minus mu by t. You know the value of P1 is equal to mu and P2 is equal to m v. Then F is equal to v minus u by t. Okay, what is v minus u by t? Which is rate of change of velocity, which is equal to acceleration. Then F is equal to mass into acceleration. Okay, then unit of force, you know what is the unit of force? It's Newton. The definition of 1 Newton is that it is the force generated when 1 kilogram of, when a body of mass 1 kilogram produces an acceleration of 1 meter per second square. Okay. A body can possess acceleration only when some force is applied on it. Or in other words, if there is no force is applied on the body, then there will be no acceleration. അതായത് ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് അതിൽ ആക്സിലറേഷൻ ജനറേറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ
ബോഡി സ്റ്റേഷനറി ആണെങ്കിൽ സ്റ്റേഷനറി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ല യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യണമെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യാതെ തന്നെ ഇരിക്കും. അതായത് ഒരു ബോഡിക്കകത്തേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ വെലോസിറ്റിയിൽ ചേഞ്ച് വരുള്ളൂ. വെലോസിറ്റി ചേഞ്ച് വന്നാൽ മാത്രമാണ് മൊമെൻറ്റത്തിന് ചേഞ്ച് വരുള്ളൂ. മൊമെൻറ്റത്തിന് ചേഞ്ച് വന്നാൽ മാത്രമാണ് ഫോഴ്സ് കാൽക്കുലേഷൻ ആവുള്ളൂ. ഓക്കെ, തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ആക്സിലറേഷൻ ജനറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, the force applied on a body is proportional to the product of the mass of the body and acceleration produced in it. ഡെറിവേഷനിൽ പറഞ്ഞ പോലെ ഫോഴ്സിന് ഈക്വൽ ആണ് എന്ത്? മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സിലറേഷൻ. Then problem 4.11. A body of mass 7.5 kg is moving with a velocity of 1.2 meters per second. If a force of 15 Newton is applied on the body, determines velocity after 2 seconds. Two conditions: when the force acts in the direction of motion and when the force acts in the opposite direction of the motion. First, read the question carefully. A body of mass 7.5 kg is moving. Body of mass 7.5 kg is moving with a velocity of 1.2 meters. Then I am applying a force of 50 Newton to the body and we need to find the velocity after 2 seconds. Okay, first given data's mass of the body is 7.5 kg, velocity, initial velocity 1.2 meters per second, force F 50 newtons and time t 2 seconds. First consider case 1, which means the force act in the same direction of motion. Consider a body of mass m which is moving with the velocity u and apply a force F in the same direction of motion. We know F is equal to mass into acceleration. Then acceleration A is equal to force divided by m. Okay, substitute the values. You have F is equal to 50 newtons and m is equal to 7.5 kilograms. Then we get A as 2 meters per second square. We have the equation connecting V, U, A and T. We need to find the velocity after 2 seconds. The equation connecting initial velocity, final velocity, acceleration and time is that V is equal to U plus A T. Substitute the values and find the value of V. We get V as 5.2 meters per seconds. എന്താണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു ബോഡി 7.5 കിലോഗ്രാം മാസുള്ള ഒരു ബോഡി മൂവ് ചെയ്യണം വിത്ത് എ വെലോസിറ്റി ഓഫ് 1.2 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. അതായത് 1.2 മീറ്റർ പെർ സെക്കൻഡിൻ്റെ വെലോസിറ്റിയിലൊരു 7.5 കിലോഗ്രാം മാസുള്ള ഒരു ബോഡി മൂവ് ചെയ്യണം. അതിലേക്കൊരു 50 ന്യൂട്ടൺസ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ബോഡിയുടെ വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ച് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 2 സെക്കൻഡ്സിന് ശേഷം അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക, ഗിവൺ ഡേറ്റാസ് എഴുതുക, ഡീറ്റെയിൽസ് എഴുതുന്ന വഴിക്കാൻ അതിൻ്റെ യൂണിറ്റ്സും ഒപ്പം തന്നെ എഴുതി പോവുക. നമ്മളെപ്പോഴും SI യൂണിറ്റ് തന്നെ ഫോളോ ചെയ്യാം. നമുക്കറിയാം ബോഡി തന്നിരിക്കുന്നു, വെലോസിറ്റി തന്നിട്ടുണ്ട്, സെയിം ഡയറക്ഷനിലാണ് നമ്മൾ ഫസ്റ്റ് കേസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതായത് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യണ ബോഡിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലൊക്കെയുള്ള വെലോസിറ്റി ഇൻക്രീസ് ആവും. ഓക്കെ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ വാല്യൂ കിട്ടും F ഡിവൈഡ് ബൈ m. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് എഫിൻ്റെ എമ്മിൻ്റെയും യൂണിറ്റ്സ് ശ്രദ്ധിക്കുക. SI യൂണിറ്റ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം.
അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 സെക്കൻഡ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് 2 സെക്കൻഡിന് ശേഷം ആ ബോഡിയുടെ വെലോസിറ്റി എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം. ഇതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് v = u + at. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി ഗെറ്റ് v = 5.2 meters per second. Then case 2. In case 2, the same body, same mass, same initial velocity, but the difference is the force is applied in the opposite direction of motion. Okay, using the same equation, we know F is equal to mass into acceleration. Acceleration is equal to force divided by mass, which is equal to 2 meters per second square. Then we have the same equation, v is equal to u + at, but in this case the direction of acceleration is opposite to the direction of motion, so we need to add a negative sign in the equation. Then we get v equal to minus 2.8 meters per second. കേസ് 1 പോലെ തന്നെ കേസ് 2 സെയിം ബോഡി സെയിം ഇനിഷ്യൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അതിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് കേസ് 2 ഫോഴ്സ് അപ്ലൈ ചെയ്യണ മോഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. മോഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒന്നല്ലെങ്കിൽ വെലോസിറ്റി ഡിക്രീസ് ആവും, അല്ലെങ്കിൽ ബോഡി സ്റ്റോപ്പ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ബോഡിയുടെ മോഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. ആക്സിലറേഷൻ്റെ വാല്യൂ കിട്ടി നമുക്ക് 2 meters per second square ആണ്. ദെൻ വെലോസിറ്റിയുടെ ഡയറക്ഷനും ആക്സിലറേഷൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റാണ്. ഏതിനെങ്കിലും ഒന്നിന് നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഞാനിവിടെ ആക്സിലറേഷനാണ് നെഗറ്റീവ് സൈൻ കൊടുത്തത്. ഇനി നിങ്ങൾക്ക് വെലോസിറ്റിയുടെ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ആണ് ചെയ്യാം. ദെൻ വെലോസിറ്റി ഡയറക്ഷന് നെഗറ്റീവ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ഡയറക്ഷൻ ഏതാണെന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി. ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയ ആൻസർ നെഗറ്റീവ് v is equal to minus 2.8 meters per second എന്നാണ്. വിച്ച് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച്ഡ്. അതായത് ബോഡി ഇത്ര നേരം റൈറ്റിലേക്കാണ് മൂവ് ചെയ്തെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ബോഡിയുടെ മോഷൻ ലെഫ്റ്റിലേക്ക് ആവും. ഇതാണ് നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുക. ദെൻ problem 4.12. A multiple unit electric train has 800 tons mass. The resistance to motion is 100 Newton per ton of the train mass. If the electric motor can provide 200 kilonewton tractive force, how long does it take to accelerate the train to a speed of 90 kilometers per hour from rest? Read the question carefully and write the given data. We have an electric train. The mass of electric train is 800 tons. So mass of electric train is 800 tons. We know 1 ton is equal to 1000 kilogram. Then 800 ton is equal to 800 multiplied by 1000. Then if the resistance to motion is 100 Newton per ton of the train mass, it's given that the resistance to motion may be due to friction or something else is 100 Newton per ton. Then the total resistance will be 100 multiplied by 800, which is equal to 80 kilonewtons. Then the electric motor can provide 200 kilonewton tractive force. The electric motor means the engine of the train can give 200 kilonewton tractive force. The tractive force is the force which helps the train to move. The value of tractive force is 200 kilonewton.
The initial velocity of the train is 0 because it's start from rest. So the initial velocity is 0. The final velocity is 90 kilometers per hour. We need to convert the 90 kilometer per hour into meter per second. 90 kilometers is equal to 90 multiplied by 1000. Then 1 hour is equal to 60 multiplied by 60 seconds. So 90 kilometers per hour is equal to 90 multiplied by 1000 all divided by 3600, which is equal to 25 meters per seconds. Okay, then ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഇലക്ട്രിക് ട്രെയിനിൻ്റെ മാസ് തന്നിട്ടുണ്ട് 800 ടൺസ് ആണ്. 800 ടൺസ് ആണ് ഒരു ഇലക്ട്രിക് ട്രെയിനിൻ്റെ മാസ് തന്നിരിക്കുന്നത്. ആ ട്രെയിൻ മൂവ് ചെയ്യണം. ആ മൂവിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഫോഴ്സാണ് റെസിസ്റ്റൻസ് ടു മോഷൻ. ഇത് ഫ്രിക്ഷൻ കൊണ്ടാവാം, വേറെ എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ടുണ്ടാവുന്ന റെസിസ്റ്റീവ് ടു മോഷൻ ഫോഴ്സാണ് 800 ന്യൂട്ടൺസ് പെർ ടൺ. അതായത് ഒരു ടണ്ണിന് 100 ന്യൂട്ടൺസ് ആണത് ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സ്. അങ്ങനെയാണ് 800 ന്യൂട്ടൺ ആകുമ്പോൾ 800 മൾട്ടിപ്ലൈഡ് ബൈ 100 ഇത്രയും ഫോഴ്സ് ആയിരിക്കും ടോട്ടലി ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ദ എൻജിൻ ക്യാൻ പ്രൊവൈഡ് 200 കിലോ ന്യൂട്ടൺ ട്രാക്റ്റീവ് ഫോഴ്സ്. അതായത് ഇലക്ട്രിക് ട്രെയിനിൻ്റെ എൻജിൻ, അതായത് നമുക്ക് ട്രെയിനിൽ കയറിയിട്ടുള്ളവർക്കറിയാം ഫ്രണ്ടിലാണ് അതിൻ്റെ എൻജിൻ ഇരിക്കുക. ആ എൻജിനാണ് ബാക്കിയുള്ള ബോഗീസിനെല്ലാം വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ബോഗീസിനകത്തൊന്നും പ്രത്യേകിച്ച് ഫോഴ്സോ എൻജിനോ ഒന്നുമില്ല. എൻജിൻ വലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ബാക്കി ഉള്ള ബോഗികളെല്ലാം ട്രെയിനിൻ്റെ ഒപ്പം മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുന്നതിന് വേണ്ടി ആ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സാണ് ഇത്ര 200 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയറിയാം? ട്രെയിനിൻ്റെ മാസ് നമുക്കറിയാം, അതിൻ്റെ റെസിസ്റ്റൻസ് ടു മോഷൻ അറിയാം, ദെൻ എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് അറിയാം. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് എത്ര സെക്കൻഡ് കഴിയുമ്പോൾ അത് 90 കിലോമീറ്റേഴ്സ് പെർ അവർ സ്പീഡിലേക്ക് എത്തുമെന്ന്. ഓക്കെ, ഗിവൺ ഡീറ്റെയിൽസ് എഴുതാം. യൂണിറ്റ് ശ്രദ്ധിക്കുക. നമ്മുടെ സാധാരണ എസ് ഐ സിസ്റ്റത്തിൽ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ടണ്ണിന് കിലോഗ്രാമിലേക്ക് ആക്കുക. ദെൻ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, അതുപോലെ തന്നെ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ആണ് എൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. എൻജിൻ വിച്ച് പ്രൊഡ്യൂസ് ദി ട്രാക്റ്റീവ് ഫോഴ്സ്, then frictional resistance which will develop in the contact area or contact surface between the wheel and the track. Then net effective force will be equal to tractive force minus resistance to motion. We know tractive force is 200 kilonewton and resistive force is 80 kilonewton. Then net effective force will be 120 kilonewton. അതായത് ഒരു ട്രെയിൻ എടുത്ത് ഞാൻ ട്രെയിനിൻ്റെ എൻജിനായിരിക്കും ട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുക. അത് നമുക്ക് തന്നിട്ടുണ്ട് 200 കിലോന്യൂട്ടൺ. റെസിസ്റ്റീവ് ഫോഴ്സ് മിക്കവാറും അതിൻ്റെ വീൽസിൻ്റെ കോണ്ടാക്ട് ഏരിയയിലും മറ്റ് പാർട്സിലൊക്കെ വരുന്ന ഫോഴ്സിൻ്റെ സമ്മായിരിക്കും റെസിസ്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇതിനകത്ത് ആ ബോഡിയിലാകെ എഫക്റ്റീവായിട്ട് വരുന്ന ഫോഴ്സാണ് എത്ര? 200 മൈനസ് 80. 200ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റെസിസ്റ്റീവ് force. Then we know F is equal to mass into acceleration. Then acceleration is equal to force divided by mass. Force is 120 kilonewton, which is equal to 120 multiplied by 10⁻³ newtons. The mass is 800 tons. 800 tons is equal to 800 multiplied by 10⁻³ kilograms. Then acceleration is equal to 0.15 meters per second square. Then we need to find the velocity. We need to find the time required to reach the velocity 25 meters per second. We have the equation v is equal to u plus at. Now the final velocity is 25. Initial velocity is 0. Acceleration 0.15 meters per second square and time t. That's we need to find. Then we get t as 166.7 seconds.
ഓക്കെ, കഴിഞ്ഞ പ്രവൃത്തി ചെയ്തപോലെ തന്നെ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിറ്റിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. യൂണിറ്റ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ക്വസ്റ്റിൻ്റെ കിലോ ന്യൂട്ടണിലാണ്, അതിനെ ന്യൂട്ടണിലേക്ക് മാറ്റുക. മാസിൻ്റെ യൂണിറ്റ് ടണ്ണിലാണ്, അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ ആക്സിലറേഷൻ്റെ യൂണിറ്റ് നമുക്ക് എസ് യൂണിറ്റിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ കിട്ടും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 90 km/h സ്പീഡ് എത്താൻ എത്ര ടൈം എടുക്കും. 90 km/h എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 m/s. Initial velocity 0 because the train starts from rest. We have the acceleration and we know the equation connecting initial velocity, final velocity, acceleration and time. Equation substitute ചെയ്യുക, ടൈമിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് എൻജിൻ വർക്കിംഗ് ആയി കഴിയുമ്പോൾ 166.7 സെക്കൻഡ്സിന് ശേഷം ട്രെയിനിൻ്റെ സ്പീഡ് 90 km/h എത്തിച്ചേരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്ഷൻ, മോഷൻ ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻസ്. In previous case we discussed bodies under motion in horizontal plane. In this case we are discussing motion of bodies in inclined plane. The only difference is the mass has two components, normal and horizontal component. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ബോഡീസ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മൂവ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഈ സെക്ഷനിൽ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ബോഡിയുടെ മോഷൻ എങ്ങനെയാണെന്നാവാം. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ബോഡി ഒന്നില്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ബോഡി ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അതായത് അപ്വേർഡ് മോഷൻ ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ. ബോഡി അപ്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾസിനകത്ത് ഫ്രിക്ഷൻ്റെ ഡയറക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന മറ്റൊരു ടേമാണ് നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ വിൽ ബി mg cos alpha. rm is mass of the body, g acceleration due to gravity, alpha is the inclination of plane. Then frictional force is equal to mu r, where mu is the coefficient of friction. Then consider a problem 4.13. A vehicle of mass 2 tons has a frictional resistance of 100 Newton per ton. As one instant the speed of the vehicle at the top of an incline was observed to be 36 km/h as shown in figure. Find the speed of the vehicle after running down the incline for 100 seconds. Question പറഞ്ഞിരിക്കുന്നത്, a vehicle of mass 2 tons. Mass of the vehicle is given, which is 2 tons, which means 2000 kilograms. Then frictional resistance. Frictional resistance is equal to 50 newtons per ton. ഓക്കെ, അതായത് കാറിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 2 tons. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു ടണ്ണിന് 50 ന്യൂട്ടനാണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ 2 ടൺ ആകുമ്പോൾ 50 മൾട്ടിപ്ലൈഡ് ബൈ 2, 100 ന്യൂട്ടനായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. അങ്ങനെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു കാറ് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഒരു ഇൻസ്റ്റൻസിൽ അതിൻ്റെ വെലോസിറ്റി 36 km/h. അങ്ങനെയായിരുന്നെങ്കിൽ എത്ര സെക്കൻഡ്സിന് ശേഷം, 100 സെക്കൻഡ്സിന് ശേഷം അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു കാറ് എൻ്റെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് 180, ആംഗിൾ ആൽഫ, വെയിറ്റ് 2 tons. Then given
Let's say the mass of the vehicle m 2 ton, which is equal to 2000 kilogram. Frictional resistance is 50 Newton per ton. അതായത് ഒരു ടണ്ണിന് 50 ന്യൂട്ടൺസ്. അങ്ങനെയാണ് 2 ടൺ ആകുമ്പോൾ 50 into 2, which is 100 newtons. Initial velocity of the vehicle 36 kilometers per hour. 36 kilometers per hour is equal to 10 meters per seconds. Convert ചെയ്യുക. Then time t is equal to 100 seconds. Then the inclination is given as 1 in 80. The inclination, we don't know the value of alpha. The slope is given in 1 in 80, which means 1 vertical in 80 horizontals. ചില കേസുകളിൽ നമുക്ക് സ്ലോപ്പ്, അതായത് ആംഗിളിൻ്റെ വാല്യൂ തരില്ല. അപ്പോൾ അതിനകത്ത് പറയുക 1 in 80 അല്ലെങ്കിൽ 1 in 90 അല്ലെങ്കിൽ 1 in എന്തെങ്കിലും ഒരു വാല്യൂ. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മീറ്റർ വെർട്ടിക്കൽ ആവാൻ 80 മീറ്റർ ഹൊറിസോണ്ടൽ പോകുമ്പോഴാണ് 1 മീറ്റർ വെർട്ടിക്കൽ വരുള്ളൂ. അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ വെർട്ടിക്കൽ വരുന്നെങ്കിൽ 80 സെൻറ്റിമീറ്റർ ഹൊറിസോണ്ടൽ പോവുക. അതായത് 80 യൂണിറ്റ്സ് ഹൊറിസോണ്ടൽ പോകുമ്പോൾ മാത്രമാണ് അതിനൊരു 1 യൂണിറ്റ് വെർട്ടിക്കൽ വരുള്ളൂ. അതാണ് അതിൻ്റെ മീൻ ചെയ്യണം. Then Gaussian trigonometric relation, tan alpha is equal to 1 by 80. Then alpha is equal to tan inverse 1 by 80, which is equal to 0.71616 degrees. Then let A be the acceleration of the vehicle. Draw the free body diagram. Mass m, which is in the vertical direction. So resolve it into 2 components. One will be mg cos alpha and one will be mg sin alpha. നമുക്ക് തന്നിരിക്കുന്ന മാസാണ്. മാസിനെ വെയ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. മാസിനെ വെയിറ്റ് ആക്കാൻ ജി വെച്ച് മൾട്ടിപ്ലൈ, ആക്സിലറേഷൻ മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ എം ജി എന്ന് പറഞ്ഞ വെയിറ്റ് ആക്ട് ചെയ്യും. അതിന് 2 കമ്പോണൻസ് ഉണ്ടാവും. ആൽഫ ഇൻക്ലിനേഷൻ, ഈ ഒരു ആംഗിളായിരിക്കും ആൽഫ, അതിന് ചേർന്ന് വരുന്നത് എം ജി കോസ് ആൽഫയും, അതിന് പെർപെൻഡിക്കുലറായിട്ട് വരിക എം ജി സൈൻ ആൽഫയും. നോർമൽ റിയാക്ഷൻ എപ്പോഴും എം ജി കോസ് ആൽഫയ്ക്ക് ഈക്വൽ ആയിരിക്കും. ദെൻ കാറ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ കേസിൽ കാറിൻ്റെ ട്രാക്റ്റീവ് ഫോഴ്സ് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വി ഡോണ്ട് നീഡ് ടു കൺസിഡർ ദി ട്രാക്റ്റീവ് ഫോഴ്സ്. ദെൻ ഫോഴ്സ് ഡ്യൂ ടു ഇൻക്ലിനേഷൻ വിൽ ബി എം ജി സൈൻ ആൽഫ. സബ്സ്റ്റിറ്റ്യൂട്ട് ദി values, which will be 245 newtons. Then net effective force available will be mg sin alpha minus frictional resistance, which both are in opposite direction. Then effective force will be F is equal to force due to inclination minus frictional resistance, which is equal to 245 minus 100 equal to 145 newtons. Then consider the equation F is equal to ma. Then acceleration is equal to force divided by mass. Substitute the values. F is equal to 140 newtons. M is 2000 kilogram. And A it as 0.0725 meters per second square. Then we need to find the speed of the train after 100 seconds. Using the same equation, v is equal to u plus at. You know, initial velocity is 36 kilometers per hour, which is 10 meter per second. Substitute the values of a and t, get v equal to 70.25 meter per second. Convert it into kilometers per hour. Okay. Then problem 14.14. This problem, read the problem carefully.
a body of mass 200 kilonewton is initially stationary on a 15-degree inclined plane. What distance along the incline must the body slide before it reaches a speed of 10 meters per second? Take the coefficient of friction between the body and the plane as 0.1. Okay, ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എ ബോഡി ഓഫ് മാസ് 200 kilonewton, 200 കിലോഗ്രാം മാസുള്ളൊരു ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിരിക്കുകയാണ്. ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് 50 degrees ആണ്. വാട്ട് ഡിസ്റ്റൻസ് അലോങ് ദി ഇൻക്ലൈൻ must the body slide before it reaches a speed of 10 meters per second? ആ ബോഡി ഇരിക്കുകയാണ്, ഇൻക്ലൈൻഡ് പ്ലെയിനകത്തിരിക്കുകയാണ്. അതിന് 10 meter per സ്റ്റേഷനറി കണ്ടീഷൻ, അതായത് ഇനിഷ്യലി അത് സ്റ്റേഷനറിയാണ്. അത് സ്റ്റേഷനറി കണ്ടീഷനിൽ നിന്ന് 10 meters per second വെലോസിറ്റി റീച്ച് ചെയ്യുന്നവരെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. ഓക്കെ, അതായത് ബോഡി ആദ്യം ഇനിഷ്യൽ കണ്ടീഷനിൽ സ്റ്റേഷനറിയാണ്. ബോഡി സ്റ്റാർട്ട്സ് ടു മൂവ്. We need to find the distance traveled by the body before it reaches 10 meter per second velocity. 10 meter per second velocity എത്തുന്നതിന് മുമ്പ് ആ ബോഡി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഗിവൺ ഡാറ്റാസ് എഴുതുക. മാസ് ഓഫ് ദ ബോഡി 200 kilogram. Initial velocity u equal to 0 because the body is in stationary condition. Then inclination of the plane alpha is equal to 15 degree. Final velocity is 10 meters per second and coefficient of friction mu equal to 0.1. Draw the free body diagram. Mass in the vertical direction, convert it into weight m multiplied by g. Then g has two components, mg sin alpha and mg cos alpha, and we know the force responsible for sliding down the body will be mg sin alpha. അതായത് ഇൻക്ലിനേഷനിലുള്ള ബോഡിയെ താഴേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഈ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് തന്നെ, വെയിറ്റ് കൊണ്ടുവരുന്ന ഇൻക്ലൈൻഡ് ഫോഴ്സ് ആയിരിക്കും. നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ പഠിച്ചിരുന്നു. ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷന് ശേഷം ഫ്രിക്ഷണൽ ഫോഴ്സ് വീക്കാവുകയും അന്നേരം ബോഡി സ്റ്റാർട്ട്സ് ടു സ്ലൈഡ്. ബോഡി സ്ലൈഡ് ചെയ്യണ ഇൻക്ലിനേഷനൊക്കെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി, അതായത് ഈ കേസിൽ ബോഡി സ്ലൈഡ് മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായാലും അതിൻ്റെ വെയ്റ്റിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കൊണ്ടുവരുന്ന ഫോഴ്സാണ്. ആ കമ്പോണൻ്റാണ് എം ജി സൈൻ ആൽഫ. ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം ജി സൈൻ ആൽഫ വിച്ച് ഈസ് 507.2 newtons. Then next we need to calculate the value of frictional resistance. We know frictional resistance is equal to F is equal to Fr is equal to mu R. So that we need to find the value of normal reaction R. And normal reaction R is equal to mg cos alpha. Considering sigma v is equal to 0, then mg cos alpha in the downward direction and r is in the upward direction. Then r is equal to r minus mg cos alpha is equal to 0. Then r is equal to mg cos alpha. ഇത് mg cos alpha ആറും ഒരേ ലൈൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒരേ പ്ലെയിനിലാണ് വരിക, ഒരേ ലൈൻ ഓഫ് ആക്ഷനിലാണ് വരിക. ആറിൻ്റെ അപ്വേർഡ് ഡയറക്ഷൻ mg cos alpha, ഡൗൺവേർഡ് direction. Equilibrium consider ചെയ്ത് കഴിഞ്ഞാൽ mg cos alpha minus r is equal to 0. Then r is equal to mg cos alpha. r-ൻ്റെ വാല്യൂ 1893 എന്ന് പറഞ്ഞ് കിട്ടും. യൂണിറ്റ് ന്യൂട്ടൺ. നമ്മളെല്ലാം SI യൂണിറ്റിൽ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then frictional resistance is equal to mu r. Value of mu is 0.1. Then friction resistance is equal to 189.3.
Then net force available to move the body is equal to force responsible for sliding minus force of friction. Both are in opposite direction. Frictional resistance and mg sin alpha both are in opposite direction. So net force available will be 507.2 minus 189.3, which will be 370.9 newtons. Then using the same equation, F is equal to mass into acceleration, find the value of acceleration, and acceleration is equal to 1.59 meter per second. Then we need to find the distance traveled by the body before it reaches 10 meter, reaches the velocity of 10 meter per second. Let S be the distance traveled by the body. We have the equation connecting initial velocity, final velocity, acceleration, and distance traveled, which is v square is equal to u square plus 2as. Final velocity is 10 meter per second, initial velocity is 0, acceleration a is 1.59 and s, then s is equal to 31.4 meters. അതായത് ബോഡി സ്ലൈഡ് തുടങ്ങി ഇത് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലേക്ക് എത്തുമ്പോഴേക്കും അത് 31.4 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, then problem 4.15. It's a homework. A car of mass 2.5 tons moves on a level road under the action of 1 kilonewton propelling force. Find the time taken by the car to increase its velocity from 36 km per hour to 54 km per hour. It's a condition of motion in horizontal plane. Mass is given, which is 2.5 tons. Then tractive force is 1 kilonewton. The propelling force is same as tractive force. We need to calculate the time required to change the velocity from 36 kilometers per hour to 54 kilometers per hour. ക്വസ്റ്റ്യൻ തന്നെ ഒരു കാറ് 2.5 tons മാസമുള്ള ഒരു കാറ് ഒരു ലെവലിൻ്റെ സർഫസിലൂടെ മൂവ് ചെയ്യണം. അതിൻ്റെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സാണ് 1 kilonewton. ഇൻ കേസിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല, നമുക്കത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ കാൽക്കുലേറ്റ് നമ്പറാണ് വെലോസിറ്റിയാണ് വെലോസിറ്റി 36 കിലോമീറ്റർ പെർ അവറിൽ നിന്ന് 54 കിലോമീറ്റർ പെർ അവറിലേക്ക് എത്താൻ എത്ര ടൈം വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിറ്റ്സ് എല്ലാം SI യൂണിറ്റിലാക്കുക ചെയ്യുക. സെയിം ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്താൽ മതി, ഈസിയായി ചെയ്യാം. അടുത്ത് 4.16. ഇതും ഒരു ഹോംവർക്കാണ്. എ ലോക്കോമോട്ടീവ് ഓഫ് mass 200 tons draws a train of mass 450 tons. The frictional resistance is constant and equal to 75 newtons per ton. Find the tractive force which will be required for the train to reach a speed of 72 kilometers per hour in a distance of 2 kilometers from the starting point. Then 3 conditions on a leveled track for going upward on a inclined plane of 1 in 240 and for going downward on the same inclined plane. എന്താണ് ക്വസ്റ്റ്യൻ തന്നെ? ഒരു ട്രെയിൻ, ലോക്കോമോട്ടീവ് മീൻസ് ട്രെയിൻ തന്നെ. ട്രെയിനിൻ്റെ എൻജിൻ്റെ മാസ് തന്നിട്ടുണ്ട് 200 tons. 200 ton മാസമുള്ളൊരു ട്രെയിൻ. അത് കൊണ്ടുപോകുന്ന വെയിറ്റാണ് 450 tons. അപ്പോൾ ടോട്ടൽ മാസ് 200 + 450. ദെൻ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഈസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ ആണ് 75 newtons per ton. ഇപ്പോൾ ടോട്ടൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഇത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക.
Then find the tractive force which will be required for the train to reach a speed of. കേസിൽ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ നേരെ റിവേഴ്സ് പ്രോബ്ലം. ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 72 km/h ഇൻ എ ഡിസ്റ്റൻസ് ഓഫ് 2 seconds. അതായത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് 2 kilometers. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് 2 kilometer മൂവ് ചെയ്യുമ്പോഴേക്കും അത് 72 km/h വെലോസിറ്റിയിലേക്ക് എത്തണം. ട്രെയിൻ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി 72 km/h. Within 2 km it should reach a speed of 72 km/h. അതായത് 2 കിലോമീറ്റർ മൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ട്രെയിൻ 72 km/h വെലോസിറ്റിയിലേക്ക് എത്തുക. അപ്പോൾ അതിന് വേണ്ട ആക്സിലറേഷൻ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഏതായിരിക്കണം ഇക്വേഷൻ കണക്റ്റിംഗ് ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഓക്കെ, നമുക്ക് ആക്സിലറേഷൻ്റെ വാല്യൂ കിട്ടും. ആക്സിലറേഷൻ്റെ വാല്യൂ കിട്ടി എന്ത് കിട്ടും? മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സിലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടും. ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് കിട്ടുക. ഫോഴ്സിൻ്റെ വാല്യൂവിൻ്റെ കൂടെ ഫ്രിക്ഷൻ റെസിസ്റ്റൻസോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ഫോഴ്സ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് 3 കണ്ടീഷൻസ് ഉണ്ട് ഓൺ എ ലെവൽഡ് ട്രാക്ക്. ലെവൽ ട്രാക്കിനകത്ത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത സെയിം കണ്ടീഷൻ, ബോഡി മൂവ്സ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. വേറെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മൂവ് ചെയ്യണ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ബോഡി അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുക. അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മോഷനോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് 1/240 എന്നാണ്. അതിനെ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുക. വെയ്റ്റിൻ്റെ കമ്പോണൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫോഴ്സ്. ദെൻ തേർഡ് കണ്ടീഷൻ ഈസ് the train is moving in the downward direction in the same inclination സെയിം തന്നെ ട്രെയിൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. വെയ്റ്റിൻ്റെ കമ്പോണൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. നെറ്റ് എഫക്റ്റീവ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോഴ്സ് ഇൻറ്റു ആക്സിലറേഷൻ ചെയ്ത് കഴിയുമ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ചെയ്ത് കഴിയുമ്പോൾ എഫക്റ്റീവ് ഫോഴ്സ് കിട്ടും. ദെൻ അതിൻ്റെ ഡയറക്ഷൻ ചെക്ക് ചെയ്യുക. അടുത്ത ദിവസത്തേക്ക് കംപ്ലീറ്റ് ചെയ്യുക. പ്രോബ്ലത്തിൻ്റെ ആൻസർ അടുത്ത ട്യൂട്ടോറിയൽ പറയാം. താങ്ക് യു.